നമസ്കാരം. ശ്രീഭദ്ര ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുശ്ശകുനത്തെക്കുറിച്ചും അശുഭശകുനത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. യാത്ര പുറപ്പെടാൻ ഇറങ്ങുമ്പോൾ മിക്കവരും ശകുനം നോക്കാറുണ്ട്. വരാനിരിക്കുന്ന ഗുണദോഷങ്ങളുടെ പ്രതീകമായാണ് ശകുനത്തെ പഴമക്കാർ കണ്ടിരുന്നത്. ജ്യോതിഷത്തിൽ ശകുനത്തിന് ഏറെ പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത്. യാത്ര പുറപ്പെടുമ്പോൾ അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുമോ ഇല്ലയോ എന്ന് ശകുനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. യാത്ര പുറപ്പെടുന്ന സമയത്ത് ശുഭശകുനം കണ്ടിറങ്ങാൻ ചിലർ മുൻകൂട്ടി ശകുനം ഉണ്ടാക്കാറുണ്ട്. യാത്ര പുറപ്പെട്ടാൽ 60 ചുവട് ചെല്ലുന്നതിനകം യാദൃച്ഛികമായി കാണുന്നതേതോ കേൾക്കുന്നതേതോ അത് മാത്രമേ ശകുനമായി കണക്കാക്കുകയുള്ളൂ. ദുശകുനം കണ്ട് യാത്ര തുടരരുത്. ആദ്യമായി ദുശകുനം കണ്ടാൽ മടങ്ങി വന്ന് 11 പ്രാണായാമം ചെയ്ത ശേഷം വീണ്ടും പോകാം. രണ്ടാമതും ദുശകുനം കണ്ടാൽ വീണ്ടും മടങ്ങി വന്ന് 16 പ്രാണായാമങ്ങൾ ചെയ്ത ശേഷം പോകാം. മൂന്നാമതും ദുശകുനം ആണ് കാണുന്നതെങ്കിൽ യാത്ര ഒഴിവാക്കുന്നതാണ് ഉചിതം. അശുഭ ശകുനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഒറ്റ മൈന, പണിയായുധം കയ്യിലേന്തിയവർ, ഏണിയുമായി പോകുന്നയാൾ, കുറ്റിച്ചൂല്, കാലിയായ കുടം വഹിച്ചയാൾ, വിറകുമായി വരുന്നയാൾ, പൂച്ച കുറുകെ ചാടുന്നത്, തല മുണ്ഡനം ചെയ്തയാൾ, മുറം. യാത്രാസമയത്ത് പിന്നിൽ നിന്നും വിളിക്കുക, നിൽക്കാൻ ആവശ്യപ്പെടുക, ഞാനും വരുന്നുണ്ടെന്ന് പറയുക, എവിടെ പോകുന്നു എന്ന് ചോദിക്കുക, നിലവിളി കേൾക്കുക, ശണ്ട കാണുക, ഇവയെല്ലാം ഉണ്ടായാൽ ഗൗരവമായ യാത്രാകാര്യങ്ങൾ പോലും നിർത്തിവെക്കണം. അല്ലാതെ പോകയാൽ വലിയ അപമാനവും കാര്യനാശവും ക്ലേശവും ഉണ്ടാകുന്നതാണ്. ശുഭശകുനങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. മദ്യം, പച്ചയിറച്ചി, മണ്ണ്, ശവം, കത്തുന്ന തീയക്ഷതം, നെയ്യും ചന്ദനവും, വെളുത്ത കുസുമം, വിപ്രദ്വയം, കാതളം, വേശ്യാസ്ത്രീ, തൈർ, തേൻ, കരിമ്പ്, ഗജം, കയറിട്ട കാള, പശുവിനെ കാണുക, യാത്രാമുഖേന ഇതെല്ലാം കണ്ടാൽ ശോഭനം, നല്ല ശകുനമാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ശുഭശകുനങ്ങളെക്കുറിച്ചും അശുഭശകുനങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്നും ഒരുപാട് വീഡിയോസുകൾ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.